നമസ്കാരം ടാക്കോഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു കളറിനെ കുറച്ചുകൂടെ ഭംഗിയല്ല, അതായത് ഈ ഒരു കളർ ഗേഡിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം അല്ലേ. ഇതിൻ്റെ അത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഈ ഒരു കളറിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ബ്ലൂയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അഥവാ നമ്മൾ ഗ്രേഡിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ സാൻഡിനെയും കൂടെ ബാധിക്കില്ലേ. ഈ 2 കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് എങ്ങനെ ഗ്രേഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. തന്നെ ഈ ഒരു വീഡിയോ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തു നേരെ കളർ ഗ്രേഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഗ്രേഡ് ചെയ്ത് നീലയെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന് എത്രത്തോളം നമ്മൾ നീലയാക്കുന്നോ അത്രത്തോളം ഗ്രൗണ്ടിനെയും ബാധിക്കും അല്ലേ. അപ്പോൾ അത് വരാതെ നമുക്ക് 3 രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ അത്രത്തോളം അങ്ങോട്ട് എഫക്റ്റീവ് ആവുന്നില്ല. നിങ്ങളുടെ ഒരു സീയുടെ കളർ കുറച്ചും കൂടെ ഒരു പച്ചയാണെങ്കിൽ നമുക്ക് ബ്ലൂ ആയിട്ട് കൊണ്ടുവരാം. ഒരു മഞ്ഞ കളർന്ന പച്ച ആയതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നടക്കുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് വേർഷൻ അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ വേർഷനിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് സ്റ്റുഡിയോ വേർഷൻ ഇല്ലാത്തവർക്ക് മൂന്നാമത്തെ മെത്തേഡ് യൂസ് ചെയ്യും. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും തോന്നിയ മൂന്നാമത്തെ ഒരു മെത്തേഡാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം അല്ലേ. ഞാൻ തന്നെ ഈ ഒരു നോഡ് സെക്ഷന് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഞാൻ ഈ ആദ്യത്തെ ഒരു നോഡിൽ വന്ന ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോഡ് ലേബൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു പേര് കൊടുക്കട്ടെ. എന്താണ്? ഹ്യൂ വേഴ്സ് ഹ്യൂ. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു പക്ഷേ അല്ലേ. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നേരെ ഇവിടെ കർവിൻ്റെ അകത്ത് വരാം. ഈ കർവിൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഹ്യൂ വേഴ്സസ് ഹ്യൂ ആണ്. ഈ ഹ്യൂവിനെ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്തെടുക്കുക, അതായത് ഈ കളറിനെ പിക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പിക്കർ കണ്ടോ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കളറിനെ പിക്കായി. താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു കളർ, അത് വേവിൻ്റെ അകത്തും കാണാനുണ്ട് അല്ലേ. ഇത് ഞാൻ ഇങ്ങനെ താഴേക്ക് വലിക്കുകയാണ്, ഇതൊരു പച്ച കളറിലേക്ക് കിട്ടും. പച്ചയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ ഇത് ബ്ലൂവിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അവിടെ എവിടെയൊക്കെ ആയിട്ട് പച്ച കളർ അവശേഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊന്ന് വൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേയൊക്കെ റെഡി ആവും അല്ലേ. എന്നിട്ട് ഈ ഭാഗങ്ങളോട് കുറച്ചുകൂടെ താഴ്ത്തി കൊണ്ടുവരാം. എന്നാൽ ഈ പച്ച ഭാഗങ്ങൾ പിന്നെയും ബാക്കിയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് ഈ മണലിനെ കൂടി ബാധിക്കും. അത് ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് ഒട്ടും നന്നായിട്ട് തോന്നുന്നില്ല. മോസ്റ്റ് ഓഫ് ദ കേസ് ഇത് വർക്കൗട്ട് ആവും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ, നടക്കുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പുതിയൊരു നോഡാണ് ഇവിടെ ഉണ്ടാവുക. നേരത്തെ നോഡ് ഒക്കെ റീസെറ്റ് ചെയ്യണം കേട്ടോ. റീസെറ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാൻ പുതിയൊരു ലേബൽ കൊടുക്കുകയാണ്. എന്താണ്? മാജിക് മാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ഈ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ മാജിക് മാസ്ക് എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ മാജിക് മാസ്ക് എന്ന് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേർഷൻ 20 ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു മാർക്ക് ആഡ് ചെയ്താൽ മതി. ഇനി 19 അതിൻ്റെ താഴേക്കാണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് അവിടെ മാസ്ക് ചെയ്ത് കൊടുക്കണം. എന്തിനാണോ മാസ്ക് ചെയ്യേണ്ടത് ആ ഏരിയയാണ് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ 2 പോയിന്റുകളിൽ മാസ്കായി. ഇത് മാസ്കായോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും അല്ലേ. ഇതിൻ്റെ പേരാണ് ടോഗിൾ മാസ്ക് ഓവർലേ എന്ന്. അതായത് മാസ്ക് ചെയ്ത ഭാഗത്തിനെ ഓവർലേ ചെയ്ത് ഇതിലൂടെയൊക്കെ മാസ്ക് ആയിട്ടുണ്ട്. ഇവൻ കാണിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിലൂടെയൊക്കെ മാസ്ക് ആയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങോട്ടൊന്നും മാസ്ക് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ബെറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ബെറ്റർ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബെറ്റർ ആയിട്ടൊരു സെലക്ഷൻ തന്നെ ഇതിലൂടെയും കൂടെ കിട്ടിയില്ലേ. ഇനി ഇങ്ങോട്ടൊക്കെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കുത്തുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പെർഫെക്റ്റ് ആയി. ഈ റെഡ് കളറിലുള്ള ഓവർലേ കണ്ടോണ്ട് നമ്മൾ തൃപ്തനല്ല. നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇത് കട്ടായോ ഇല്ലേ എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്ന് പുറത്ത് എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആൽഫ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു നീല ബട്ടൺ ഓൺ ആവും. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാവില്ല കേട്ടോ അത്. ഇനി എന്ത് ചെയ്യാം, ഈ നീല എന്നൊരു കണക്ഷൻ വലിച്ച് ഇവിടേക്ക് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ. ഇപ്പോഴും നിങ്ങൾക്ക് പഴയ പോലെ തന്നെ ആയിരിക്കും കാണുക. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, ഓവർലേ ഓൺ ആക്കിയിട്ടതാണ്. ഓവർലേ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതിലൂടെയാണ് കട്ടിങ് പോയെന്ന് കാണാൻ പറ്റും. ഇനി നമ്മളിത് പ്ലേ ചെയ്യാൻ നോക്കി കഴിഞ്ഞാലോ ഒറ്റ ഫ്രെയിമിലല്ലാതെ വേറെ എവിടെയും അത് കാണാനും പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ, നമ്മളിതിനെ ട്രാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവച്ച് അതേ പോയിന്റിൽ കൃത്യമായിട്ട് വെക്കുക, അതായത് അവിടെ നിന്ന് അനക്കരുത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക്വേഡ് ഫോർവേഡ് ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടായി പോയത് കാണാൻ പറ്റും. അപ്പോൾ ട്രാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടല്ലോ, നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു സംഭവം ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുക, അതായത് ആൽഫ ഔട്ട്പുട്ട് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, താഴെ വന്ന ശേഷം ഇതിനെ ഇൻവേർട്ട് ചെയ്യണം. കാര്യം നമുക്ക് കടലിനെയാണ് കൃത്യമായിട്ട് കളർ ഗ്രേഡ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത്, അതായത് ഈ മാസ്ക് ഓവർലൈൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് കാണാൻ പറ്റും ഇൻവേർട്ട് മാസ്ക്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ മാസ്ക് ചെയ്തത് അത് ഇൻവേർട്ട് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും ഇപ്പോൾ മാസ്ക് ആയി. അത് കൺഫേം ആക്കണമെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, ഇതിലാണ് ഇപ്പോൾ മാസ്ക് വന്നേക്കുന്നത്. നമുക്ക് കടലിനെ ഇങ്ങനെ ടിക്ക് ചെയ്ത് മാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കരേനെ മാസ്ക് ചെയ്തിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്ത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത ശേഷം തിരിച്ച് ഇവിടെ വന്നിട്ട് പ്രൈമറി വീൽസിൻ്റെ അകത്ത് ഈ ഗാമ കണ്ടോ, ഇവിടെ ഗാമയാണ് കൂടുതലായിട്ട് കടലിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഗാമ ചേഞ്ച് ചെയ്ത് നീലയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചൊരു കളറിലേക്ക് എത്തിയെങ്കിൽ ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളാം, മസ്റ്റായിട്ടും ട്രാക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.
ഇനി നമുക്ക് ഈ ഗാമയിൽ അത്ര പെർഫെക്റ്റ് ആയി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റിലും ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഓഫ്സെറ്റിലും ഇതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുക. പിന്നെ ഗെയിൻ്റെ അകത്തും വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതേപോലെ ഗെയിനിൽ മാറ്റുന്ന സമയത്ത് നമുക്ക് വേറെ ടൈപ്പിലേക്കാണ് കിട്ടുന്നത്, അല്ലെ വേറെ സ്റ്റൈലിലേക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ലിഫ്റ്റിൻ്റെ അകത്ത് നമുക്ക് മാറ്റി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണോ പെർഫെക്റ്റ്, നമുക്ക് ഏതാണോ നമ്മൾ ഉദ്ദേശിച്ച കളറിലേക്ക് എത്തുന്നത് ആ ഒരു രീതി അവലംബിക്കുക. ഇവിടെ ഇപ്പോൾ എല്ലാം ഏകദേശം കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെ വർക്കാവില്ല. ഓക്കെയാണ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രീ വേർഷൻ്റെ അകത്ത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട്, ഇതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് രസമായിട്ട് തോന്നിയത് ആ ഒരു മെത്തേഡാണ് കേട്ടോ. അത് നോക്കാം അല്ലേ എങ്ങനെയാണ്. അതിനാണ് ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ട നല്ല കാര്യം, നിങ്ങൾ ഫ്രഷ് ആയിട്ട് വരികയാണല്ലോ. ഇവിടെ അതേപോലെ ലേബലും ഒന്ന് മാറ്റിയ ശേഷം ഞാനിവിടെ പ്രൈമറി നോഡ് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് പ്രൈമറി നോഡ് എന്നൊരു ഒരു പേര് കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് നോഡ് എന്ന് കണ്ടോ, ആഡ് നോഡ് കൊടുത്ത ശേഷം ആഡ് സീരിയൽ നോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ആൾട്ട് എസ് അല്ലെങ്കിൽ ഓപ്ഷൻ എസ് ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഇത് ഞാൻ ഇത്തിരി മേലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഇതിനൊരു പേര് കൊടുക്കണം. നമുക്ക് എന്താ കൊടുക്കാം, സി വിൻഡോ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ ഒരു വിൻഡോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് വിൻഡോ അപ്ലൈ ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റൗണ്ട് ഐക്കൺ കാണാൻ പറ്റും. അതിൽ മുകളിൽ കുറച്ച് നേരം മൗസ് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ എന്നുള്ളൊരു പേര് കാണാൻ പറ്റും. അതാണെന്ന് കൺഫേം ആക്കി അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ചതുരത്തിലുള്ള ഈ ഗ്രേഡിയൻറ്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിവിടെ ഓണായി വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ വ്യൂവറിൻ്റെ അകത്ത് വരാം. വ്യൂവറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആരോ മാർക്ക് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്ങോട്ടാണെന്ന് വെച്ചാൽ അപ്പോൾ കടലിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ഏരിയ പ്ലേസ് ചെയ്തുകൊണ്ടും, അതായത് കടലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഭാഗത്തേക്ക് ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ആരോ മാർക്കിനെയും പ്ലേസ് ചെയ്തുകൊണ്ട് വെക്കുക. ഓൾമോസ്റ്റ് ഞാൻ ഇതേപോലെ വെച്ചു കേട്ടോ. ഓക്കെ. ഇനി എന്ത് ചെയ്യാൻ പോവാണ്, തിരിച്ച് നമ്മുടെ നോഡ് സെക്ഷനിൽ വന്ന് ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് നോഡ് വീണ്ടും കൊടുത്തു. ഇവിടെ നമ്മൾ ആഡ് പാരലൽ നോഡാണ് കൊടുക്കുന്നത്. നേരത്തെ പോലെ സീരിയൽ അല്ല, പാരലലാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് സൈഡ് നോഡ് ഇട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പാരലൽ നോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ സുഖം. ഓക്കെ. പാരലൽ നോഡ് ആൾട്ട് പി അല്ലെങ്കിൽ ഓപ്ഷൻ പി ആണ് ഷോർട്ട് കട്ട്. ഇത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. എങ്ങനെയാണ്, ഒരു നോഡ് മേലെയും ഒരു നോഡ് താഴെയും, ഇതിന് രണ്ടിലും കണക്ഷൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഒരു മെർജിലേക്ക് ഇത് വന്ന് സംഗമിക്കും, കണക്റ്റ് ആവും. ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ, ഈ താഴെയുള്ള നോഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോഡ് ലേബിൾ കൊടുക്കുകയാണ്. എന്താണ്, ബീച്ച് അല്ലെങ്കിൽ സാൻഡ് എന്തെങ്കിലും കൊടുക്കുക. സാൻഡ് വിൻഡോ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ വിൻഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിനി പുതിയൊരു വിൻഡോ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ഔട്ട് പോയിന്റ് കണ്ടോ, നമ്മുടെ നേരത്തെ ആൽഫ ഔട്ടില്ലേ, ഈ ആൽഫ ഔട്ടിൻ്റെ കണക്ഷൻ വലിക്കുക. ഈ സാൻഡിൻ്റെ ആൽഫ ഇന്ന് കണ്ടോ ഇവിടെ, അവിടേക്ക് കണക്ട് ചെയ്യുക. അവിടെ കൊണ്ട് വെക്കുന്നിടത്ത് കണ്ടോ ആൽഫ എന്ന് എഴുതി വെച്ച് കണക്ട് ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, ഇതേ മാസ്കിങ് ഇവിടേക്കും വന്നു, അതായത് ഈ വിൻഡോ ഇവിടേക്കും വന്നു. പക്ഷേ നമുക്കിവിടെ വിൻഡോ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് വേണ്ടത്, അതായത് സാൻഡിൻ്റെ ഭാഗത്തേക്കാണ് ഇനി വരേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, കീ എന്ന് പറഞ്ഞിട്ട്. കീയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിവിടെ ഇൻവേർട്ട് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഈ ഇൻവേർട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കീ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ലയെന്ന് കരുതുക. മേ ബി എനിക്ക് അറിയില്ല ഫ്രീ വേർഷനിൽ ഉണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഇത്രയും ഭാഗം മനസ്സിൽ വെച്ചോട്ടോ, ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം പറയാണ്. ഈ കീങ് വരെ ഉള്ളവർ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ, നേരത്തെ പറഞ്ഞവരെ ചെയ്ത് അവിടെ നിൽക്കുക. ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് നോഡ് കൊടുത്തിട്ട് അതിൽ ഔട്ട് സൈഡ് നോഡ് എന്ന് കാണാൻ പറ്റും. ആൾട്ട് ഒ അല്ലെങ്കിൽ ഓപ്ഷൻ ഒ ആണ് ഷോർട്ട് കട്ട് കേട്ടോ. ഇതേപോലെ ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഈ ഔട്ട് സൈഡ് നോഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പം മാസ്ക് ചെയ്ത ഭാഗത്തിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങൾ മാസ്ക് ആവുക. അതായത് ഇപ്പം നമ്മൾ സി ആണ് മാസ്ക് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഔട്ട് സൈഡ് നോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ മണലുള്ള ഭാഗം മാത്രം മാസ്ക് ആവും. ഇനി എന്ത് ചെയ്യാം, ഈ സിയിൽ വന്നിട്ട് നമുക്കിവിടെ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സീൻ്റെ അവിടെ മാത്രം കളർ ഗ്രേഡ് അപ്ലൈ ആവുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് പാരലൽ നോഡ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ അകത്ത് വന്ന് ഇതിലും എന്തെങ്കിലും ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ മണലിലും ഗ്രേഡ് ആവും. ഓക്കെ ആണേ. അപ്പോൾ ഞാൻ ഈ മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത്, ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള മെത്തേഡാണ് യൂസ്. എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്ന ആ ഒരു മെത്തേഡാണ്. എന്താണ്, ഇവിടെ ആൾട്ട് പി അടിച്ച് പുതിയൊരു പാരലൽ നോഡ് ആഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്യേണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടേ കണക്ട് ചെയ്യുന്നു. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ആ ജസ്റ്റ് ആ കാണിച്ച ഭാഗം ചെയ്തു പോകേണ്ടവർക്ക് അങ്ങനെ ചെയ്തു പോകാം. ഇതേപോലെ ചെയ്ത ശേഷം നമ്മളിവിടെ വന്നിട്ട് കീയിങ്ങിൽ ഇൻവേർട്ട് ചെയ്യൂലേ. ഞാൻ ഈ മെയിനായിട്ട് ഈ ഔട്ട് സൈഡ് നോഡിൻ്റെ കാര്യം കൂടെ പറഞ്ഞ എന്താ അറിയോ, ചില ആളുകളുണ്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ വേണ്ടി കമൻറ്റ് ഇടാൻ വരും. എൻ്റെ പ്രൈമറി ചാനൽ ഇഷ്ടം പോലെ വരാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഔട്ട് സൈഡ് നോഡ് ആഡ് ചെയ്താൽ പോലെ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇതെല്ലാം ഓരോ മെത്തേഡുകളാണ്. എല്ലാ മെത്തേഡുകളും തുടക്കക്കാർക്ക് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുന്ന ആൾക്കാർക്ക് എന്താ അറിയാം,
കുറച്ച് ആളുകൾ കേട്ടോ വളരെ മോശമായിട്ട് കമൻറ്റ് ഇടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ഓക്കെ എന്നാൽ ഇനി നമ്മൾ ഈ സി വിൻഡോയിൽ വന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അവിടേക്ക് ഒരു സീരിയൽ നോഡ് ആഡ് ചെയ്യാം. എങ്ങനെയാണ് ആൾട്ട് എസ് അല്ലെങ്കിൽ ഓപ്ഷൻ എസ് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് നോഡ് അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ആൽഫ എന്നൊരു ഔട്ട് വലിച്ചിട്ട് ഞാൻ വീണ്ടും ഈ ഒരു സീരിയൽ നോഡിലേക്ക് കൂടെ കണക്ട് ചെയ്യുകയാണേ. എന്നിട്ട് ഇനി നമുക്കൊരു പേര് കൊടുക്കാം അല്ലേ. എന്താ കൊടുക്കുക, ഇവിടെ സാച്ചുറേഷൻ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സാറ്റ് എന്നുള്ളൊരു പേര് ജസ്റ്റ് അവിടെ കൊടുത്തു കേട്ടോ. ഇനി ഇതേപോലെ തന്നെ താഴെയുള്ള നോഡിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു സീരിയൽ നോഡ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിലും ഇതേപോലെ തന്നെ കണക്ട് ചെയ്യുകയാണ്. അവിടെയും ഞാൻ നോഡ് ലെവൽ കൊടുക്കുകയാണ്. സാൻഡിൻ്റെ സാച്ചുറേഷൻ അല്ലെ, സാൻഡ് കൊടുക്കാട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഓർത്ത് വെച്ചാൽ മതി, മറന്നു പോരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യമായ നോഡുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സാച്ചുറേഷൻ ഓഫ് സി എന്നുള്ള ഈ ഒരു നോഡ് ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈമറി വീൽസിൽ സാച്ചുറേഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തിരി സാച്ചുറേഷൻ കൂട്ടാം. അപ്പോൾ അത് എവിടെയാണ് അപ്ലൈ ആവുന്നത്, കണ്ടോ, കറക്റ്റായി സിയിൽ മാത്രമാണ് അപ്ലൈ ആവുന്നത്. ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അത് അപ്ലൈ ആവും, കണ്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഇത് കണക്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്, കണ്ടോ. അപ്പോൾ മേലെ മാത്രം അപ്ലൈ ആയി. ഓക്കെയാണ്. അപ്പോൾ ഇത്രയും സാച്ചുറേഷൻ വേണ്ട, ഞാൻ ഇത്തിരി കുറയ്ക്കുകയാണ്, ഒരു 75 കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാം. അതേപോലെ സാൻഡിൻ്റെ സാച്ചുറേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സാച്ചുറേഷൻ കൂട്ടിയാൽ സാൻഡിൻ്റെ അകത്ത് മാത്രമാണ് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചൊരു 70 എന്നുള്ളൊരു വാല്യൂവിൽ കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ണിന് എങ്ങനെയാണോ രസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ സാച്ചുറേഷൻ ചെയ്യുക. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. സി വിൻഡോയുടെ അകത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൈമറി വീൽസിൻ്റെ അകത്ത് തന്നെ വരിക. ഇതിൻ്റെ അകത്ത് ഗാമ കണ്ടോ, ഈ ഗാമ ഇത്തിരി മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ കണ്ടോ കളർ മാറുന്നത് എങ്ങനെയാണ്, സിയുടെ കളർ നല്ല പോലെ മാറുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു കളർ വേണമെങ്കിൽ ഈ ഒരു കളർ എടുക്കാം, ഈ ഒരു കളർ വേണമെങ്കിൽ ഈ ഒരു കളർ എടുക്കാം. ഇനി മേലെ വന്ന് ഈ ഒരു കളർ വേണമെങ്കിൽ ഈ ഒരു കളർ എടുക്കാം. ഓൾറെഡി ഉണ്ടായിരുന്ന കളറല്ലേ. പിന്നെ എപ്പിക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കാർട്ടൂണിഷ് ആയിട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഈ ഒരു കളറാണ് എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാണോ എന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇത്തിരി ഒരു നീല കളറിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു കളറിൽ വെച്ച ശേഷം എന്ത് ചെയ്യാണ്, തിരിച്ച് സാൻഡ് വിൻഡോയിൽ വന്നിട്ട് സാൻഡിൻ്റെ കളർ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി മഞ്ഞയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മഞ്ഞയിലേക്ക് കൊണ്ടുപോകാം, ഇങ്ങനെ ഏതെങ്കിലും കളറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത്തിരി ഒന്ന് ബാക്കോട്ടേക്ക് ഒരു മഞ്ഞയിലേക്ക് വെക്കുകയാണ്, ജസ്റ്റ് ഒരു പൊടിക്ക് ഗാമ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാച്ചുറേഷൻ കഴിഞ്ഞ ശേഷം ഒരു നോഡും കൂടെ ആഡ് ചെയ്യാം, സീൻ്റെ കളർ ഒന്ന് മാറ്റാനാണ്. എന്നിട്ട് ഈ ഒരു കണക്ഷൻ ഇവിടേക്ക് ആൽഫ കണക്ഷൻ ഇവിടെ കൊടുത്ത ശേഷം നമുക്ക് ഈ സീൻ്റെ അകത്ത് ലിഫ്റ്റിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇതേപോലെ മാറ്റങ്ങൾ വരുത്തിയാൽ സീൽ കണ്ടോ പിന്നെ ഒരു കളർ മാറ്റം കിട്ടുന്നത് അതേപോലെ കിട്ടും. ഒരു നീലയിലേക്ക് വരുന്ന വീണ്ടും ഈ ഒരു നീല വേണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിൽ മാറ്റം വരുത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിൻ്റെ അകത്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും നല്ല മാറ്റം ഉണ്ടാകും. കാര്യം ഹൈലൈറ്റഡ് ഏരിയയിലൊക്കെ കുറച്ചും കൂടെ ബ്ലൂ കളർ കിട്ടും. അങ്ങനെ ഓവർ ബ്ലൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. മെർജ് കഴിഞ്ഞ ശേഷം അവിടേക്ക് ഒരു സീരിയൽ നോഡും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന് മൊത്തത്തിലൊരു കളർ മാറ്റം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇതേപോലെ ചെറിയ മാറ്റങ്ങൾ കൊടുക്കണമെങ്കിൽ മാറ്റങ്ങൾ കൊടുക്കാം. അതിലിനി സാച്ചുറേഷനോ ഷാഡോ ഒക്കെ എന്തെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ നോഡുകൾ ആഡ് ചെയ്ത് ഇതേപോലെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മാറ്റി നിങ്ങൾ ചെയ്യണം. ഞാൻ എങ്ങനെ ചെയ്യുന്നു അത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. പിന്നെ ഹൈലൈറ്റ് കൂട്ടണമെങ്കിൽ കുറച്ച് കൂട്ടാം, അപ്പോൾ ആ തിരയുടെ കളറൊക്കെ ഒന്നുകൂടെ തിളങ്ങും. അതേപോലെ ലാസ്റ്റ് നോഡിൽ വന്ന ശേഷം കുറച്ച് സാച്ചുറേഷൻ ഒത്തിരി കുറയ്ക്കുക. എന്നിട്ട് ഇവിടെ സാൻഡിൻ്റെ സാച്ചുറേഷൻ കുറച്ചും കൂടെ ഒന്ന് കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യാം, സിയുടെ സാച്ചുറേഷൻ നല്ലപോലെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ വേറൊരു കളർ കിട്ടും. ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നോഡിലും നല്ല വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഇത്രയും നോഡുകൾ സ്ട്രക്ചർ ചെയ്ത ശേഷം എല്ലാ നോഡിലും മാറ്റങ്ങൾ വരുത്തി നോക്കാം. ഇനി പ്രൈമറി നോഡിൻ്റെ അതിൽ സാച്ചുറേഷനോ ഷാഡോ ഒക്കെ കുറച്ച് നോക്കിയേ കൂട്ടിയൊക്കെ നോക്കിയേ, അതൊക്കെ നിങ്ങളുടെ കളർ ഗ്രേഡിനെ വളരെ വ്യത്യസ്ത രീതിയിൽ ബാധിക്കും കേട്ടോ. ഒരേ കളറായിരിക്കില്ല, നല്ല വ്യത്യസ്തമായ രീതികൾ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണോ ഇഷ്ടപ്പെടുന്നത് അത് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.